നമസ്കാരം. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പിണറായിയും മന്ത്രിമാരും വിയർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 4ാം റൗണ്ടിലെ വോട്ടെണ്ണുമ്പോഴും പിണറായി വിജയൻ പിന്നിലാണ്. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് ലീഡ് ചെയ്യുകയാണ്. ആദ്യ റൗണ്ടിൽ LDF ഭരിക്കുന്ന ചെമ്പിലോട് പഞ്ചായത്ത് എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ പിന്നിൽ പോയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ലീഡ് ചെയ്ത റൗണ്ടിലാണ് UDF മുന്നിൽ കയറിയത്. 2016 ധർമ്മടത്ത് 87,323 വോട്ടായിരുന്നു പിണറായി നേടിയത്. 2021 ഇത് 95,522 ഉയർത്തിയിരുന്നു. 2011 2016 മമ്പറം ദിവാകരനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. 2021 C രഘുനാഥായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇത്തവണ യുവസാന്നിധ്യമായ VP അബ്ദുൾ റഷീദിനെയാണ് കോൺഗ്രസ് പോരാട്ടത്തിനായി ധർമ്മടത്തിറക്കിയത്. K രഞ്ജിത്താണ് BJPയുടെ സ്ഥാനാർത്ഥി. ഇതുകൂടാതെ മന്ത്രിമാരിലും പലരും കൂട്ടത്തോടെ പിന്നിലാണ്. 10 മന്ത്രിമാരാണ് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ പിന്നിലായത്. തൃത്താലയിൽ MP രാജേഷ്, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു, ഏറ്റുമാനൂർ VN വാസവൻ, ആറന്മുളയിൽ വീണ ജോർജ്, പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ, നേമത്ത് V ശിവൻകുട്ടി, കളമശ്ശേരിയിൽ P രാജീവ്, കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ, എലത്തൂരിൽ AK ശശീന്ദ്രൻ എന്നീ മന്ത്രിമാർ പിന്നിലാണ്. UDF പ്രമുഖരെല്ലാം മുന്നിലാണ്. പേരാവൂരിൽ KK ശൈലജയ്ക്ക് ലീഡ് ലഭിച്ചു. ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ് മുന്നിട്ട് നിൽക്കുന്നു. ഇടുക്കി മണ്ഡലത്തിൽ റോയി K പൗലോസാണ് റോഷി അഗസ്റ്റിന്റെ എതിരാളി. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ R ബിന്ദു തുടക്കം മുതൽ പിന്നിലാണ്. തോമസ് ഉണ്ണിയാടനാണ് UDF സ്ഥാനാർത്ഥി. കോട്ടയത്ത് തുടക്കം മുതൽ ശക്തമായ UDF തരംഗമാണ്. VN വാസവൻ പിന്നിലാണ്. നാട്ടകം സുരേഷാണ് UDF സ്ഥാനാർത്ഥി. ആതിരാജ് D നായരാണ് 2020 സ്ഥാനാർത്ഥി. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ UDF തരംഗമെന്ന സൂചനകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. 98 സീറ്റുകളിൽ ലീഡ് നേടി UDF മുന്നേറുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പലരും പിന്നിലാണ്. LDF ലീഡ് ചെയ്യുന്നത് 46 സീറ്റുകളിലാണ്. 4 സീറ്റുകളിൽ ലീഡ് നേടി BJPയും സാന്നിധ്യം അറിയിക്കുന്നു. ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്നുവെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഫലം പുറത്തു വരുമ്പോൾ UDF ആവേശത്തിലാണ്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന്റെ എതിരാളി ജ്യോതികുമാർ ചാമക്കാലയാണ്. ശക്തമായ മുന്നേറ്റം ജ്യോതികുമാർ ചാമക്കാല നടത്തുന്നു. കളമശ്ശേരിയിൽ VE അബ്ദുൾ ഗഫൂറാണ് P രാജീവിന്റെ എതിരാളി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മുന്നിലെത്തി. KS ശബരിനാഥനാണ് UDF സ്ഥാനാർത്ഥി. കേരളം ഉറ്റുനോക്കിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ അമ്പലപ്പുഴയിൽ G സുധാകരന് മുന്നിട്ട് നിൽക്കുന്നു. LDFന്റെ H സലാമിനെതിരെയാണ് സുധാകരൻ ലീഡ് നിലനിർത്തിയത്. അതേസമയം പറവൂരിൽ ആദ്യ മണിക്കൂറിൽ പിന്നിലായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലീഡ് തിരിച്ചുപിടിച്ചു. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ LDF സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്ററാണ് ലീഡ് ചെയ്തത്. ആദ്യ റൗണ്ടിൽ ടൈസൺ മാസ്റ്റർ 4638 വോട്ടും VD സതീശൻ 4395 വോട്ടും നേടി. 2ാം റൗണ്ടിൽ സതീശനാണ് കൂടുതൽ വോട്ട് ലഭിച്ചതെങ്കിലും 178 വോട്ടിന് പിന്നിലായിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ UDF നേതാക്കൾ കൃത്യമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയടക്കം വിവാദങ്ങൾ ഉയർന്നു കേട്ടെങ്കിലും VD സതീശൻ അടക്കമുള്ള നേതാക്കൾ തിരിച്ചുവരെ ഉറപ്പിച്ചിരുന്നു. കഴിഞ്ഞ തവണ വമ്പൻ വിജയം നേടിയ താളിപ്പറമ്പിൽ നിലവിൽ LDF സ്ഥാനാർത്ഥി PK ശ്യാമള പിന്നിലായി. അതോടൊപ്പം മൃഗീയ ഭൂരിപക്ഷം ലഭിക്കുന്ന പയ്യന്നൂരിൽ 2ാം റൗണ്ട് പൂർത്തിയായപ്പോൾ വെറും 5000 വോട്ട് മാത്രമാണ് ലീഡ് നേടിയത്. വിമതരുടെ പ്രവേശനത്തോട് ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ് രണ്ടും. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച K കുഞ്ഞികൃഷ്ണനാണ് വിമതനായി മത്സരിച്ചത്. UDF പിന്തുണ നൽകി. ഇവിടെ കനത്ത മത്സരമാണ് നടക്കുന്നത്. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനെ തുടർന്നാണ് TK ഗോവിന്ദൻ വിമതനായി രംഗപ്രവേശനം ചെയ്തത്. പിന്നാലെ UDF പിന്തുണ നൽകി. കടുത്ത മത്സരമാണ് ഇവിടെയും നടക്കുന്നത്.